മഴതോരു മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഉയർച്ചകൾ സംഭവിക്കുന്ന കാലഘട്ടമാണ്. ബാലചന്ദ്രന്റെ ഉടമസ്ഥയിലുള്ള ജ്വല്ലറി ബിസിനസ്സിലേക്ക് അലീന കടന്നു ചെന്നതോടെ കാര്യങ്ങളെല്ലാം മാറിമറിയുകയായിരുന്നു. വെറും ഒരു സഹായിയായിട്ടല്ല, മറിച്ച് ആ പ്രധാന സ്ഥാനത്തെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു കരുത്തുറ്റ സ്ത്രീയായി അലീന മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജ്വല്ലറിയിലെ ഡിസൈനുകൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതുവരെ അലീനയുടെ കൈകളിലൂടെയാണ് നടന്നിരുന്നത്. കേവലം ഒരു മാസം കൊണ്ട് വർഷങ്ങളുടെ പഴക്കമുള്ള ബിസിനസിന്റെ സകല വശങ്ങളും അവൾ ഹൃദ്യസ്ഥമാക്കി. അലീനയുടെ മിടുക്കും അർപ്പണബോധവും കണ്ട ബാലചന്ദ്രൻ അവൾക്കായി മാത്രം ഒരു പുതിയ തീരുമാനമെടുത്തു. അലീനയുടെ നേതൃത്വത്തിൽ ജ്വല്ലറിയുടെ ഒരു പുതിയ ബ്രാഞ്ച് ആരംഭിക്കുക. അതിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു. എന്നാൽ ഈ വിവരങ്ങളൊന്നും തന്നെ വീട്ടിലെ മറ്റുള്ളവർ, പ്രത്യേകിച്ച് വൈജയന്തിയൊന്നും അറിഞ്ഞിരുന്നില്ല. വൈജയന്തിയെ സംബന്ധിച്ചിടത്തോളം അലീന വെറും ഒരു കരടായിരുന്നു. അലീന ജ്വല്ലറിയിലേക്ക് പോകുന്നതും ബാലചന്ദ്രൻ അവൾക്ക് നൽകുന്ന പരിഗണനയും വൈജയന്തിയിൽ കടുത്ത പകയും അസൂയയും ജനിപ്പിച്ചു. ഓരോ ദിവസവും അലീനയുമായിട്ട് വഴക്കിടാതെ വൈജയന്തിക്ക് ഉറക്കം വരാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ കൃഷ്ണമോളും ബാലചന്ദ്രനും അലീനയ്ക്ക് നൽകുന്ന ശക്തമായ പിന്തുണയ്ക്ക് മുന്നിൽ വൈജയന്തിയുടെ ദേഷ്യം പലപ്പോഴും നിഷ്ഫലമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം കമല വീട്ടിലേക്ക് വരുന്നത്. അന്ന് വൈജയന്തി ഓഫീസിൽ പോവാതെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു. മുത്തശ്ശിയെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ദിവസമായതിനാലാണ് അവൾ ലീവ് എടുത്തത്. കമല വന്ന ഉടനെ തന്നെ ചോദിച്ചു, എന്താ വൈജയ്, നീ ഇന്ന് ഓഫീസിലേക്ക് പോവാഞ്ഞത്? നിനക്ക് പോവാമായിരുന്നില്ലേ? വൈജയന്തി മറുപടി നൽകി, എങ്ങനെ പോവാനാണ്, അമ്മക്ക് വയ്യായല്ലേ? അമ്മയെ ഇന്ന് ആശുപത്രിയിൽ കാണിക്കേണ്ട ദിവസമാണ്. നടുവിന് നല്ല വേദനയുണ്ട്. ചില സമയങ്ങളിൽ നടക്കാൻ പോലും വയ്യാതെ അമ്മ പ്രയാസപ്പെടുന്നു. ഡോക്ടർ പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്യണമെന്നാണ്. കുറേ നാളായി കിടപ്പിലല്ലേ, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇനി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം. ഇത് കേട്ട് കമലമ്മ പരിഹാസത്തോടെ ചിരിച്ചു. എന്തായാലും നിനക്ക് നല്ല പണിയായി. എന്നാലും നിന്റെ ഒരു ഗതികേട് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് വൈജയ്. ഈ വീട്ടിലെ യഥാർത്ഥ വീട്ടുകാരിയാകേണ്ട നീ ഇപ്പോൾ ഇവിടുത്തെ വെറും ഒരു വേലക്കാരിയെ പോലെയായി. ആ അലീനയാവട്ടെ ഇവിടുത്തെ റാണിയെ പോലെയും. തുടർന്ന് കമല ബാലചന്ദ്രൻ തുടങ്ങാൻ പോകുന്ന പുതിയ ജ്വല്ലറി ബ്രാഞ്ചിനെ കുറിച്ച് സൂചിപ്പിച്ചു. ബാലചന്ദ്രൻ പുതിയൊരു കട തുടങ്ങാൻ പോകുന്നു എന്ന് കേട്ടല്ലോ, സത്യമാണോ? കമല ചോദിച്ചു. താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നും അലീന അമ്മയോട് പറയുന്നത് കേട്ടതാണെന്നും താൻ തന്നെ വിവരം അറിഞ്ഞതാണെന്നും വൈജയന്തി സങ്കടത്തോടെ പറഞ്ഞു. അലീനയുടെ സ്മാർട്ട്നെസ് അമ്മക്ക് പോലും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും അമ്മക്കും അവളോട് നീരസമുണ്ടെന്നും വൈജയന്തി കൂട്ടിച്ചേർത്തു. എത്രയൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വൈജയ്, കമല പറഞ്ഞു. ബാലചന്ദ്രൻ അലീനയെ തലയിലെടുത്ത് വെച്ചാണ് നടക്കുന്നത്. അലീനയെ എതിർക്കുന്നവരെല്ലാവരും ബാലചന്ദ്രന്റെ ശത്രുക്കളാണ്. നിനക്ക് നിന്റേതായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഈ വീട്ടിൽ വേണ്ടേ? വൈജയന്തി നിസ്സഹായോടെ ചോദിച്ചു. എന്ത് നിലനിൽപ്പ്? എനിക്കിവിടെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്. അവൾ ഇവിടുത്തെ വീട്ടുകാരിയെ പോലെ പെരുമാറുന്നു, ഞാൻ വെറും ഒരു വേലക്കാരിയെ പോലെയും. അലീനയും ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കമല സംശയങ്ങൾ ഉന്നയിച്ചു. ബാലചന്ദ്രൻ അവളെ ഇങ്ങനെ വിടാതെ പിടിച്ചു നിൽക്കുന്നതിൽ എന്തോ ദുരൂഹതയുണ്ട്. ചിലപ്പോൾ ബാലചന്ദ്രന്റെ പഴയ ഏതെങ്കിലും ബന്ധത്തിലുള്ള മകളായിരിക്കുമോ ഇവള്? കമല ചോദിച്ചു. വൈജയന്തിക്കും അങ്ങനെ ഒരു സംശയമുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ചെറുപ്പത്തിൽ എൻ്റെ പിന്നാലെ നടന്നതല്ലേ, പിന്നെ എപ്പോഴാണ് ഇങ്ങനൊരു ബന്ധമുണ്ടായത്? വൈജയന്തി പോലും അത്ഭുതപ്പെട്ടു. ആണുങ്ങളല്ലേ, പുറത്തൊക്കെ പോയ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കാണും. അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, നിന്റെ സ്വത്തിൻ്റെ പകുതി അവൾക്ക് കൊടുക്കേണ്ടി വരും. കമലമ്മ മുന്നറിയിപ്പ് പോലെ നൽകി. സ്വത്ത് മാത്രല്ല, നിന്റെ മക്കളായ രോഹിത്തിനെയും ബബിതയെയും ബാലചന്ദ്രൻ അവഗണിക്കുകയാണെന്ന് വൈജയന്തി പരാതിപ്പെട്ടു. അവർക്ക് ഈ വീട്ടിൽ യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയാണെന്നും അവൾ സങ്കടപ്പെട്ട് പറഞ്ഞു. അലീനയെ ഇല്ലാതാക്കാൻ കമല ക്രൂരമായ ഉപദേശങ്ങൾ വൈജയന്തിക്ക് നൽകി. അവൾക്ക് വല്ല വിഷവും കൊടുത്തുകൂടായിരുന്നോ? വയറിളക്കമോ മറ്റോ പിടിച്ച് 10 ദിവസം കിടപ്പിലായാൽ നിനക്ക് സമാധാനം കിട്ടില്ലേ? കമല ചോദിച്ചു. എന്നാൽ തൻ്റെ മാനേഴ്സ് അനുവദിക്കാത്തത് കൊണ്ടാണ് താൻ അതൊന്നും ചെയ്യാത്തതെന്ന് വൈജയന്തി പറഞ്ഞു. മാനേഴ്സ് നോക്കി നിന്ന അവസാനം തെരുവിൽ നിൽക്കേണ്ടി വരും, കമല പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. തുടർന്ന് കമല മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. മുത്തശ്ശി കമലയെ കണ്ടപ്പോൾ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. നീ ആയിരുന്നോ? അമ്മക്ക് ഞാൻ വന്നതെന്താ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? കമല ചോദിച്ചു. പണ്ട് അലീനയെ നോക്കാൻ വന്ന പുന്നാര മോളല്ലേ നീ? ഇപ്പോൾ അവളെ എല്ലാവരും നോക്കേണ്ട അവസ്ഥയായി, കമല കുത്തിപ്പൊക്കി സംസാരിച്ചു. ബാലചന്ദ്രൻ അലീനയ്ക്ക് വേണ്ടി പുതിയ ജ്വല്ലറി തുടങ്ങുന്നതിനെക്കുറിച്ച് കമല മുത്തശ്ശിയോടും ചോദിച്ചു. എന്നാൽ എനിക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന് തന്നെയായിരുന്നു മുത്തശ്ശിയുടെ മറുപടി. കമല അവിടെയും തീപ്പൊരി വാരി വിതരാൻ ശ്രമിച്ചു. ബാലചന്ദ്രൻ അവളെ ഇങ്ങനെ പൊക്കി പിടിച്ചു നടന്ന അവസാനം അത് വലിയ പ്രശ്നമാവും, കമല ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. ശേഷം കമല വൈജയന്തിയെ പുറത്തേക്ക് വിളിച്ചു. അലീനയുടെ വളർച്ച തടയാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് കമല വൈജയന്തിയെ ബോധ്യപ്പെടുത്തി. പുതിയ കടയും ഉദ്ഘാടനവും അവൾ നടത്താൻ പോവുകയാണ്.
അത് നടന്നാൽ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ആ ഉദ്ഘാടനത്തിന് അവൾ പോവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് കമല പറഞ്ഞു കൊടുക്കും. എന്ത് ചെയ്യണമെന്ന് വൈജയന്തി സംശയത്തോടെ ചോദിക്കുകയാണ്. വഴിയിൽ എണ്ണയോ വെള്ളമോ ഒഴിച്ചിട്ട് അവളെ നീ അങ്ങ് വീഴ്ത്തണം. കയ്യോ കാലോ ഒടിഞ്ഞ് കുറച്ച് ദിവസം അവളങ്ങ് കടന്ന ആ ഉദ്ഘാടനം അങ്ങ് മുടങ്ങും. അത്രേ വേണ്ടൂ. കമല ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. ആദ്യം ഒന്ന് മടിച്ചെങ്കിൽ പോലും അലീനയോടുള്ള പക കാരണം വൈജയന്തി അതിന് സമ്മതിച്ചു. പിറ്റേന്ന് ഞായറാഴ്ച ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും ഒപ്പം രോഹിത്തും ബബിതയും ഊണ് കഴിക്കാനിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മനു കയറി വരുന്നത്. അലീനയാണ് വാതിൽ തുറന്നു കൊടുത്തത്. വൈജയന്തി വാതിൽ തുറക്കാൻ എഴുന്നേറ്റപ്പോഴും ബാലചന്ദ്രൻ അത് തടഞ്ഞ് അലീനയെ കൊണ്ട് തന്നെ വാതിൽ തുറപ്പിച്ചു. അത് വൈജയന്തിയിൽ കൂടുതൽ കടുത്ത അപമാനമുണ്ടാക്കി. ഭക്ഷണമേശയിൽ അലീന ഉണ്ടാക്കിയ വിഭവങ്ങളെക്കുറിച്ച് സംസാരമായി. ഇന്നത്തെ സ്പെഷ്യൽ അലീന ചേച്ചിയുടെ വകയാണ്, കൃഷ്ണമോള് പറഞ്ഞു. വൈജയന്തിയുടെ പാചകമെല്ലാം തന്നെ മടുത്തു തുടങ്ങിയെന്നും അലീനയുടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിൽ പിന്നെ നല്ല രുചിയാണെന്നും മനുവും കുട്ടികളും സൂചിപ്പിച്ചു. ഇത് വൈജയന്തിയെ വല്ലാതെ ചൊടിപ്പിച്ചു. സംസാരത്തിനിടയിൽ ബാലചന്ദ്രൻ വലിയ പ്രഖ്യാപനം നടത്തി. ഞാൻ തുടങ്ങാൻ പോകുന്ന പുതിയ ജ്വല്ലറി ബ്രാഞ്ച് അത് അലീനയ്ക്ക് വേണ്ടിയിട്ടാണ്. അവളുടെ കഴിവിനുള്ള അംഗീകാരമാണത്. ഇത് കേട്ട് വൈജയന്തിയും ബബിതയും രോഹിത്തും അമ്പരന്നു പോയി. സ്വന്തം മക്കൾക്ക് നൽകാത്ത പരിഗണന അലീനയ്ക്ക് നൽകുന്നതിൽ അവർക്ക് അമർഷം തോന്നി. ആ കടയുടെ ഉദ്ഘാടനം അടുത്ത മാസം 10-ാം തീയതിയാണ്. അത് നിർവഹിക്കുന്നത് ഏതെങ്കിലും സിനിമാ നടിയോ നടനോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന എനിക്കേറെ പ്രിയപ്പെട്ട ഒരാളാണ്, ബാലചന്ദ്രൻ പറഞ്ഞു. ആരാണെങ്കിൽ ആ സെലിബ്രിറ്റി എന്ന് ആകാംക്ഷയോടെ തന്നെ മനു ചോദിച്ചു. മറ്റാരുമല്ല, അത് അലീന തന്നെയാണെന്ന് പ്രഖ്യാപിക്കാട്ടോ ബാലചന്ദ്രൻ. ഇത് കേട്ടതോടുകൂടി തന്നെ എല്ലാവരും ഞെട്ടി. അലീന പോലും വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ നോക്കി നിൽക്കണേ. അവളോ എന്ന് പുച്ഛത്തോടെ ബബിത ചോദിച്ചു. രോഹിത്തും പരിഹാസത്തോടെ ചിരിച്ചു. എന്നാൽ ബാലചന്ദ്രൻ വിട്ടുകൊടുത്തില്ല. അതെ, അവൾ തന്നെയാണ് അതിന് ഏറ്റവും യോഗ്യ. അവൾ വന്നതിന് ശേഷമാണ് ബിസിനസ്സിൽ വലിയ ലാഭമുണ്ടായത്. അവളുടെ തന്ത്രങ്ങളും പെരുമാറ്റങ്ങളുമാണ് അതിനൊക്കെ കാരണം. ഈ പ്രഖ്യാപനം വൈജയന്തിയുടെ പക ഇരട്ടിയാക്കി. അലീന ഉദ്ഘാടനം നടത്തുന്നത് തടയാൻ തന്നെ അവൾ ഉറപ്പിച്ചു. കമല ഉപദേശിച്ചതുപോലെ അലീനയെ വീഴ്ത്താൻ വൈജയന്തി തക്കം പാർത്തിരുന്നു. അലീന അടുക്കളയിൽ ജോലികൾ തീർത്ത് ചായയുമായി ഹാളിലേക്ക് വരുന്ന സമയം തന്നെ വൈജയന്തി തിരഞ്ഞെടുത്തു. ആരും കാണാതെ വൈജയന്തി കുറച്ച് എണ്ണ എടുത്ത് അലീന വരുന്ന വഴിയിൽ വാതിലിന് സമീപം ഒഴിച്ചു. ഒന്നും അറിയാതെ കയ്യിൽ ചായയും സ്നാക്സുമായി അലീന നടന്നു വന്നു. വൈജയന്തി ഒഴിച്ച എണ്ണയിൽ ചവിട്ടിയതും അലീനയുടെ കാലങ്ങ് വഴുതി. അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ പിന്നിലേക്ക് മറിഞ്ഞു വീണു. കയ്യിലുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം തന്നെ താഴെ വീണ് പൊട്ടി. വീഴ്ചയുടെ ആഘാതത്തിൽ അലീനയുടെ നടുവിനും കാലിനൊക്കെ നല്ല പരിക്കേറ്റു. പൊട്ടിയ പാത്രത്തിന്റെ ചീലുകൾ കൊണ്ട് തന്നെ കാലിലൊക്കെ മുറിവുണ്ടായി. അലീനയുടെ നിലവിളി കേട്ട് കൃഷ്ണമോളും ബബിതയൊക്കെ ഓടിയെത്തി. രോഹിത്ത് അനങ്ങാതെ അങ്ങനെ തന്നെ നോക്കി നിന്നു. അവർ ഓടി വന്ന് അലീനയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കസേരയിലിരുത്തി. വേദന കൊണ്ട് അലീന പുളയുകയായിരുന്നു. എന്താ പറ്റിയ ചേച്ചി? ചേച്ചി ഒന്ന് നടന്നു നോക്കിക്കേ, കൃഷ്ണമോള് ചോദിച്ചു. അറിയില്ല മോളെ, പെട്ടെന്ന് കാല് വഴുതി വീണതാണെന്ന് അലീന വേദനയോടെ പറഞ്ഞു. കൃഷ്ണമോൾ അങ്ങനെ തറയിലേക്ക് നോക്കിയപ്പോൾ അവിടെ എണ്ണ കിടക്കുന്നത് കണ്ടു. ആരാണ് ഇവിടെ എണ്ണ ഒഴിച്ചത്? ചേച്ചി, ഇതാണ് ചേച്ചി വീഴാൻ കാരണം, അവൾ വിളിച്ചു പറഞ്ഞു. ഇതെല്ലാം കണ്ട് മാറി നിന്ന വൈജയന്തി ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങോട്ട് വന്നു. അയ്യോ, ഇവിടെ മുഴുവൻ എണ്ണയാണല്ലോ. ഇവൾക്ക് നോക്കി നടന്നൂടെ? അടുക്കളയിലെ സാധനങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞോളും. വൈജയന്തി അലീനെ കുറ്റപ്പെടുത്തി ദേഷ്യപ്പെട്ടു. എന്നാൽ ഉള്ളിൽ തൻ്റെ പദ്ധതി വിജയിച്ചതിൻ്റെ, അലീന വേദനിക്കുന്നത് കാണുന്നതിൻ്റെ ക്രൂരമായ സന്തോഷം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. അലീന എഴുന്നേൽക്കാൻ പോലും വയ്യാതെ അസ്വസ്ഥനായി. ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അലീനയ്ക്ക് സംഭവിച്ച ഈ അപകടം ബാലചന്ദ്രനെയും വലിയ പ്രതിസന്ധിയിലാക്കി. അലീനയുടെ ഈ അവസ്ഥയിൽ ഉദ്ഘാടനം നടക്കുമോ? വൈജയന്തിയുടെ കുതന്ത്രങ്ങൾ ജയിക്കുമോ? അതോ ഇനി ബാലചന്ദ്രൻ ഇതിനെല്ലാം തന്നെ അതിജീവിക്കുമോ എന്നൊക്കെ വരാനിരിക്കുന്ന എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ആകാംക്ഷ നിറഞ്ഞ ഇതുപോലെയുള്ള അപ്കമിങ് എപ്പിസോഡുകളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.